ഇത് ഗംഗാധരൻ മാഷ്. മികച്ച അധ്യാപകനുള്ള അവാർഡ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ മാതൃകാ അധ്യാപകൻ. ഏറെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ ഏകമകൻ കുടുംബസമേതം കാനഡയിലാണ്. കേരളത്തെ പിടിച്ചു കുലുക്കിയ മഹാപ്രളയത്തിന് ശേഷം സർവവും നഷ്ടപ്പെട്ട് ഈ വൃദ്ധസദനത്തിലെത്തിപ്പെട്ട ഹതഭാഗ്യനാണ് ഗംഗാധരൻ മാഷ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകളാണ് മാഷിന് സമ്മാനിച്ചത്. കാലവർഷക്കെടുതിയിലും ഉരുൾപൊട്ടലിലും തകർന്നടഞ്ഞ വീടിനോടൊപ്പം മാഷിന് നഷ്ടപ്പെട്ടത് നിഴൽ പോലെ കൂടെ നിന്ന ഭാര്യ ദേവിയുടെ ജീവനാണ്. ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട മാഷ് ഈ ഭൂമിയിൽ തികച്ചും ഒറ്റപ്പെട്ടവൻ. പിന്നീട് കുറെ നാൾ ദുരന്തം വിതച്ച പ്രളയം ബാക്കി വെച്ചവരുടെ കൂട്ടത്തിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി കരുണ പറ്റാത്ത ഒട്ടേറെ സുമനസ്സുകളുടെ സഹായത്തോടെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. തൻ്റെ മകനിലായിരുന്നു മാഷിന്റെ ഏക പ്രതീക്ഷ. ക്യാമ്പിൽ നിന്ന് തന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന മകനെയും കാത്ത് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. ഒടുവിലാണ് മാഷ് അറിയുന്നത്, മകൻ കെട്ടിപ്പടുത്ത വീടിന്റെ കാവൽക്കാരൻ മാത്രമായിരുന്നു ഈ അച്ഛനെന്ന്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഈ അച്ഛനെ മകൻ ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണെന്ന്. അങ്ങനെ നിവൃത്തിയില്ലാതെ ഗംഗാധരൻ മാഷിന് ഈ വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട, കണ്ണീരും കിനാവുമായി കഴിയാൻ വിധിക്കപ്പെട്ട ഒരുപാട് അച്ഛനമ്മമാരുടെ കൂടെ ശിഷ്ടകാലം മാഷും ജീവിച്ചു തീർക്കുന്നു. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കുക. ചായ കുടിച്ചിടത്തും കണ്ടില്ല. അല്ല, എന്താ മുഖത്തൊരു വല്ലായ്മന്ന്? എന്താന്നറിയില്ല, എന്റെ മനസ്സിൻ്റെ ഉള്ളില് വല്ലാത്തൊരു പ്രയാസം. അന്നത്തെ ആ ഉരുൾപൊട്ടല് എന്റെ ദേവിന്റെ കൂടെ ദൈവത്തിന് എന്നെയും കൂടി തിരിച്ചു വിളിക്കായിരുന്നു. എന്നാ പിന്നെ ഈ മതിൽക്കെട്ടിനകത്ത് ഇങ്ങനെ നീറി കഴിയേണ്ടിയിരുന്നില്ല. ഒരു കണക്കിന് നമ്മള് ഭാഗ്യവന്മാരാ മാഷേ. ആരെയും പരാതിയും കേൾക്കണ്ട, ആരോടും പരിഭവം പറയണ്ട. ഞാൻ ഇന്നലെ എന്റെ മോനെ സ്വപ്നം കണ്ടു. അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതായിട്ട്. ഇഞ്ച മക്കൾക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നോ മരിച്ചിക്കണോന്നും അറിയില്ല. അഥവാ തന്നെ ഓലിഞ്ഞ തെരഞ്ഞു വരണമെങ്കിൽ എന്റെ പേരിൽ സ്വത്തൊന്നുമില്ലല്ലോ മാഷെ. സ്വത്തുണ്ടെങ്കിലല്ലേ മക്കൾക്ക് പാപ്പാൻ ആവശ്യം ഉണ്ടാവുള്ളൂ. മാഷേ, മാഷക്കൊരു ഫോണുണ്ട്. മുത്തശ്ശ, ഇത്രയും കാലം എവിടെയായിരുന്നു മുത്തശ്ശൻ? എന്താ എന്റെ പപ്പയ്ക്ക് പറ്റിയേ?
സാറിന് എന്നെ മനസ്സിലായില്ലേ? പുല്ലങ്കോട് യു പി സ്കൂളിലെ സാറാണ് എന്നെ കണക്ക് പഠിപ്പിച്ചത്. എനിക്ക് പെട്ടെന്നങ്ങ് മനസ്സിലാവണില്ല. സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എഴുതാനൊരു പേനോ ഇല്ലാത്ത എനിക്ക് ആദ്യമായിട്ടൊരു പേന എന്ന സാറാണ്. സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പഴയ വിദ്യാർത്ഥി ആഷിഖാണ് സാർ ഞാൻ. ഓ, ആഷിക്ക്. എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. സാർ ഇരിക്കൂ. അല്ല, സാറെന്താ ഇവിടെ? ഡയാലിസിസ് സെന്ററിൽ കിടക്കുന്ന വിനോദിനെ കാണാൻ വന്നതാ. അവന്റെ അച്ഛനാ ഞാൻ. അച്ഛനോ? ഉം. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയെന്നും അച്ഛനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആൻസി പറഞ്ഞത്. അതൊക്കെ പിന്നെ പറയാം. എന്റെ വിനോന് എന്താ പറ്റിയത്? അവനിപ്പോ എങ്ങനെയുണ്ടോ ഡോക്ടർ? ഏകദേശം 2 മാസം മുമ്പാണ് വിനോദും ആൻസിയും എന്നെ കാണാനോട് വരുന്നത്. കാനഡയിൽ നിന്ന് 1 മാസത്തെ ലീവിന് വരുന്നെന്നാണ് പറഞ്ഞത്. വല്ലാത്ത ബാക്ക് പെയിനും ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ലക്ഷണങ്ങൾ കേട്ടപ്പോൾ ആദ്യമേ എനിക്ക് സംശയം തോന്നിയതാ. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഡൽഹിയിലുള്ള എൻ്റെ പ്രൊഫസർ നൈനാൻ കോശിയുമായി അഡ്വൈസ് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട ടെസ്റ്റുകളും ചെയ്തു. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുന്നതിന് മുന്നേ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആൻസി കാനഡയിലേക്ക് തിരിച്ചു പോയിരുന്നു. വിനോദിന്റെ 2 കിഡ്നികളും തകരാറിലാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. വിനോദിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ എന്തോ എനിക്ക് സിമ്പതി തോന്നി. അങ്ങനെ എൻ്റെ റിസ്കിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ക മാറ്റിവെക്കണം. വയനാട്ടിലുള്ള ഒരു ഫാമിലി വൃക്ക ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് ക്യാഷ് വേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ക്യാഷ് എത്ര വേണമെങ്കിലും ഭാര്യ ആൻസി കാനഡയിൽ നിന്ന് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ക്യാഷ് മാത്രം പോരല്ലോ സാറേ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ടെസ്റ്റ് നടത്തണം, ക്രോസ് മാച്ചിങ് ഉണ്ട്. സാറ് വിഷമിക്കണ്ട. ഏതായാലും വൃക്ക തരാൻ ഒരാൾ തയ്യാറായ സ്ഥിതിക്ക് ടെസ്റ്റുകളെല്ലാം അനുകൂലമാണെങ്കിൽ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ഉടനെ തീരുമാനിക്കാം. ആൻസി, ഒരാഴ്ച കൂടി നമുക്കിവിടെ തങ്ങാം. അപ്പോഴേക്കും എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? നമ്മൾ എന്താ ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കാമെന്ന്. അവിടെയുള്ള ഡോക്ടേഴ്സിന് അത്രയും കഴിവൊന്നുമില്ലല്ലോ ഇവിടെയുള്ള ഡോക്ടേഴ്സിന്. ആ കഴിവുള്ളവർ തന്നെയാ ഇങ്ങോട്ട് റെഫർ ചെയ്തത്. നോക്ക്, 30 ദിവസത്തെ ലീവ് എനിക്ക് കമ്പനി തന്നിട്ടുള്ളത്. അത് തീരാൻ ഇനി വെറും 3 ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ആൻസി, നീ ചുമ്മാ വാശി പിടിക്കരുത്. എൻ്റെ ജീവനേക്കാളും വലുതാണോ നിന്റെ ജോലി? ഇതിലൊരു വാശിയുടെയും വൈരാഗ്യത്തിന്റെയും കാര്യമില്ല വിനു. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കിട്ടിയൊരു ജോലിയാ, അത് കളയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാം വെട്ടിപ്പിടിച്ച് നേടാനാണല്ലോ നിനക്കിഷ്ടം. നിന്റെ വാശി കാരണം ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടവനാണ് ഞാൻ. വിനു, ആ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. വിനുവിന്റെ അച്ഛന്റെ കാര്യമായിരിക്കും അല്ലേ? നഷ്ടക്കച്ചവടത്തിന്റെ കണക്ക് എനിക്കും ഉണ്ട് കുറെ പറയാൻ. എന്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും എന്റെ ഇടവകയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വിനുവിന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. ഓഹോ, ആ നഷ്ടം ബാലൻസ് ചെയ്യാനാണോ എന്നിൽ നിന്ന് എന്റെ അച്ഛനെ അകറ്റിയത്? വിനു, ദിസ് ഇസ് ടു മച്ച്. അച്ഛനെ ഒഴിവാക്കിയാല് വിനുവിന് പങ്കൊന്നുമില്ലേ? എന്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ. എന്റെ വാക്ക് കേട്ട് സ്വന്തം അച്ഛനെ പോലും ഒഴിവാക്കിയ വിനു നാളെ വേറൊരുത്തിയുടെ വാക്ക് കേട്ട് എന്റെ ഈ താലിച്ചിരട് പൊട്ടിക്കില്ല എന്ന് എന്തുറപ്പാ ഉള്ളത്? ആൻസി, സ്റ്റോപ്പ് ഇറ്റ്. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. വെറുതെ ബഹളം വെച്ച് മോനെ ഒന്നും അറിയിക്കണ്ട. നീ പോകാൻ തീരുമാനിച്ചതല്ലേ, നീ പോയിക്കോ. ഞാനും എൻ്റെ മോനും ഇവിടെ നിന്നോളാം. എനിക്കെന്റെ മോൻ മതി. ഡോക്ടർ, എൻ്റെ മോനെവിടെ?
എനിക്ക് അവനൊന്ന് കാണണം. പേടിക്കണ്ട, മോൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണുള്ളത്. അപ്പോൾ എൻ്റെ ആൻസി വന്നോ ഡോക്ടർ? ആൻസി, നിങ്ങളുടെ ആൻസി നിങ്ങളുടെ ജീവന് നൽകിയ പണമാണ് ഈ ബാഗിനകത്തുള്ളത്. അപ്പോ എനിക്ക് കിഡ്നി ദാനം ചെയ്ത ആ കുടുംബത്തിന് ക്യാഷ് കൊടുത്തില്ലേ ഡോക്ടർ? ഒരച്ഛൻ സ്വന്തം മകന് വൃക്കദാനം ചെയ്യുന്നത് പ്രതിഫലം മോഹിച്ചില്ലല്ലോ, ആണോ? അച്ഛൻ അതെ വിനോദ്. വിനോദിന്റെ ഹൃദയം ഇന്ന് മിടിക്കുന്നത് അച്ഛൻ പകുത്തു നൽകിയ സ്വന്തം ജീവന്റെ പാതി കൊണ്ടാണ്. എൻ്റെ അച്ഛൻ 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 മോനെ, എൻ്റെ അച്ഛൻ മോനെ, ഡോക്ടർ, എന്റെ മോനെ സംരക്ഷിക്കാൻ ഇതിലും സുരക്ഷിതമായ കൈകൾ വേറെയില്ല ഡോക്ടർ. അച്ഛ, അത് തിരിച്ചറിയാൻ കുറെ പോയി അച്ഛ. ഇല്ല മോനെ, വൈകിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നത്, അല്ലേ ഡോക്ടർ? വിനോദേ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു ശുഭവാർത്ത കൂടിയുണ്ട്. മുത്തശ്ശ, ഇതെന്റെ മമ്മി. ആൻസി, വിനു, പണം കൊണ്ടെല്ലാം വിലയ്ക്ക് വാങ്ങാമെന്നുള്ള അഹങ്കാരമായിരുന്നു എനിക്ക്. പക്ഷെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ടെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. പൊറുക്കാൻ പറ്റാത്ത പാപമാണ് ഞങ്ങൾ അച്ഛനോട് ചെയ്തത്. മാപ്പ്. അച്ഛനമ്മമാർ സ്വന്തം മക്കളോട് പുറത്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിനൊക്കെ എന്താ ഉള്ളത്? എന്റെ മോൻ കരയണ്ട. കഴിഞ്ഞ പ്രളയത്തിൽ വന്ന മഴവെള്ളപ്പാച്ചിലിൽ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന മാലിന്യം കൂടി അങ്ങ് ഒലിച്ചു പോയിന്ന് കരുതിയാൽ മതി. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മക്കൾ എത്ര തള്ളി പറഞ്ഞാലും, പണത്തിന്റെ അഹങ്കാരത്താൽ വൃദ്ധസദനങ്ങളിലേക്ക് സംഭാവന ചെയ്താലും ആ മക്കളെ മാതാപിതാക്കൾ ഒരിക്കലും ശപിക്കില്ല, വെറുക്കില്ല. അവർ കരുതാത്തതെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ മനസ്സ് വിടക്കുന്നതും ആദ്യം മൂടിയെത്തുന്നതും നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ്.